ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോബ് ബോർഡ്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7, 8 രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ചാപ്റ്റർ നമ്മുടെ ഇതോടുകൂടി തീരുവാണ് അല്ലേ. കുറേ കാര്യങ്ങൾ പഠിച്ചു, ഒത്തിരി പ്രോബ്ലംസ് ചെയ്തു, പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊന്നും കൂടാതെ ഒത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗൈഡുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കണ്ടെത്തി അതൊക്കെ ചെയ്ത് നോക്കാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ പിക്ചർ ദ ബൈസെക്ടേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ഇൻ്റർസെക്റ്റ് അറ്റ് PQRS. അതായത് ഇതിപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഏതാണ്? ഇപ്പം എയിൽ നിന്ന് ഡിയിലേക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പറയും, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്. അപ്പോൾ ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ബൈസെക്ടേഴ്സാണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ടീച്ചർ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുന്ന് ഇതൊരു ബൈസെക്ടർ, ഈ എയിൽ നിന്ന് വരച്ചിരിക്കുന്ന ബൈസെക്ടറാണ് ഈ റെഡ് കളറിലൂടെ പോകുന്നത്. ഈ ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ബൈസെക്ടറാണ് ഇത്. ഇനി അടുത്തത് ഈ ഡിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ബൈസെക്ടറാണ് ഇത് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നിൽ എയിൽ നിന്ന് ഇങ്ങോട്ട്, ബിയിൽ നിന്ന് ഇങ്ങോട്ട്, ഇനി സിയിൽ നിന്ന് വരച്ചിരിക്കുന്നതാണ് ബൈസെക്ടറാണ് ഇങ്ങോട്ട്. മനസ്സിലായല്ലോ? അപ്പം ABCD എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്ററൽ അതിൻ്റെ ബൈസെക്ടേഴ്സാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബൈസെക്ടേഴ്സ് വരച്ച് കഴിഞ്ഞപ്പം അതായത് ഇത്ര ബൈസെക്ടേഴ്സ് ഓഫ് ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഇൻ്റർസെക്റ്റ് അറ്റ് PQRS. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ നമ്മൾ വരച്ച ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഒന്ന് ഇത്, പിന്നെ ഇത്, അതായത് PQRS. ഇനി ഈ PQRS എന്ന് പറയുന്നത്, അപ്പോൾ അതെന്താണ്? അപ്പോൾ PQRS പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കളയാം. ഓക്കെ, ഇപ്പം ക്ലിയർ ആണല്ലോ. അതായത് ഇതൊരു ബൈസെക്ടർ ഇങ്ങോട്ട്, ബിയിൽ നിന്നുള്ള ബൈസെക്ടർ ഇങ്ങോട്ട്, ഡിയിൽ നിന്നുള്ള ബൈസെക്ടർ ഇങ്ങോട്ട്, സിയിൽ നിന്നുള്ള ബൈസെക്ടർ ഇങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സാണ് ഈ SPQR. ഇനി ഇത് തമ്മിൽ അപ്പോൾ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 4 പോയിൻറ്റിൽ കൂടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? PQRS എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ Rഉം ആംഗിൾ Pയും തമ്മിൽ കൂട്ടുമ്പം 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നതെന്ന് പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ ആംഗിൾ SPQവും ആംഗിൾ SRQവും തമ്മിൽ കൂട്ടുമ്പം 180 ഡിഗ്രി, ആംഗിൾ PSRഉം ആംഗിൾ PQRഉം കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിരിക്കും. നമുക്കിവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PCD ആൻഡ് RAB. PCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഏതാണ്? നമുക്ക് നോക്കാം. PCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിയേ, P ഏതാണ്? ഇത് PCD എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പം ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അടുത്തത് RAB. അപ്പോൾ ആ ട്രയാങ്കിൾ ഏതാണ്? ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിച്ചാൽ നമുക്ക് PQRS സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യാമെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഹിൻഡ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഫസ്റ്റായിട്ട് നമുക്ക് ഈ ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററലിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 4 സൈഡഡ് പോളിഗൺ ആകുമ്പം ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കിട്ടുന്നത്? n-2 × 180 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് സൈഡ്സ് 4 സൈഡാണ് ക്വാഡ്രിലാറ്ററലിന്. അപ്പോൾ n-2 എന്ന് പറയുമ്പോൾ 4ൽ നിന്ന് 2 കുറയ്ക്കണം, ഇൻറ്റു n-2 × 180. അപ്പോൾ 180 × 2 വരുമ്പോൾ 360 എന്ന് വരും. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ ആംഗിൾസും തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ, അതായത് ആംഗിൾ A ക്വാഡ്രിലാറ്ററലിൻ്റെ കൺസിഡർ, അതായത് ABCD എന്ന് പറയുന്ന കൺസിഡർ ക്വാഡ്രിലാറ്ററൽ A B
സി ഡി, എ ബി സി ഡി കൺസിഡർ ചെയ്യുമ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്ര വരും? 360 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇനി നമുക്ക് പി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഹിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്ന അതാണ്, കൺസിഡർ ട്രയാങ്കിൾ പി സി ഡി. അപ്പോൾ പി സി ഡിയുടെ അപ്പോൾ ട്രയാങ്കിൾ ആകുമ്പം തന്നെ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമം 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ പി സി ഡി എന്ന് പറയുന്ന മാത്രം ട്രയാങ്കിൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ പി സി ഡി എന്ന് പറയുമ്പം പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്. പിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ, സിയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെ, ഇതാണ് ആ ട്രയാങ്കിൾ വരുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊരാംഗിൾ, ഇത് മറ്റൊരു ആംഗിൾ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ ആംഗിൾ ഡി എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത് വരുന്നത്. കാരണം ഇതിൻ്റെ ബൈസെക്ടറാണ് ഈ വരച്ചിരിക്കുന്നത്. ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിനെ 2 ഈക്വൽ പാർട്സായിട്ട് ബൈസെക്റ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇവിടെ ഇതും ഈക്വൽ ആയിരിക്കും. ഈ ഡിയിലെ 2 ആംഗിൾസാണ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹാഫ് ഡി ആയിരിക്കും അല്ലേ, ഡിയുടെ പകുതിയായിരിക്കും ഇൻറ്റു ഡി. അതായത് ഡി എത്ര ആംഗിളാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. പ്ലസ് ഡി ഈക്വൽ ടു ഇവിടെ കൊടുക്കണ്ട. അടുത്തത് നമുക്ക് ഇവിടെയാണെങ്കിലോ, അപ്പോൾ ഇത് എത്രയായിരിക്കും വരുന്നത്? ഇത് സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ബൈസെക്ടറാണ് ഇത്. അപ്പോൾ ഇത് പകുതിയായിരിക്കും, ഹാഫ് ഇൻറ്റു സി പ്ലസ്. ഇനി ഈ ആംഗിളിൻ്റെ പേരെങ്ങനെയാണ് വരും? ഈ ആംഗിൾ നമുക്കറിയില്ല, അതിനെപ്പറ്റി നമ്മൾ എസ് പി ക്യൂ എന്നങ്ങ് എഴുതുക, ആംഗിൾ എസ് പി ക്യൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. കാരണം ഒരു സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണ്. സർക്കിളിൻ്റെ അല്ല, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ ഓൾവേസ് 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ പി സി ഡി ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൺസിഡർ ട്രയാങ്കിൾ ഏതാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്? ആർ എ ബി. അപ്പോൾ ട്രയാങ്കിൾ ആർ എ ബി കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് ഇതുപോലെ തന്നെ എങ്ങനെ എഴുതാം? അപ്പോൾ ആർ എ ബി എന്ന് വന്ന ട്രയാങ്കിൾ പറയുമ്പം ജസ്റ്റ് അത് മാർക്ക് ചെയ്യാം. ഇതാണ് ആർ എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എങ്ങനെ വരും? ഇതെന്ന് പറയുന്നത് എയുടെ പകുതി വരും, അതായത് ഹാഫ് ഇൻറ്റു എ പ്ലസ് ഇതെന്ന് പറയുന്നത്, ഇത് ബൈസെക്ടർ ആയതുകൊണ്ടാണ് കേട്ടോ ഈക്വൽ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ബിയുടെ പകുതി, ബി എന്ന് പറയുന്നതിൻ്റെ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ഈ ആംഗിളിൻ്റെ പേരെന്നാ? എസ് ആർ ക്യൂ. ആംഗിൾ എസ് ആർ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നോക്കിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പി സി ഡിയുടെ സമ്മ് പി സി ഡി എന്നുള്ളത് ഇതുപോലെ കിട്ടി. അതുപോലെ തന്നെ ട്രയാങ്കിൾ ആർ എ ബിയുടെ എഴുതി. ഇനി നമുക്ക് എന്താണ് ഹിൻഡ് തന്നിരിക്കുന്നത്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി സി ഡി ആൻഡ് ആർ എ ബി. അപ്പം നമ്മൾ അടുത്തത് സം കണ്ടുപിടിക്കാൻ പോവുക. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾസ് പി സി ഡി ആൻഡ് ആർ എ ബി, ഇതിൻ്റെ രണ്ടിനെയും കൂടെ സമ്മ് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇപ്പോൾ ഇതിൻ്റെ ആർ എ ബിയുടെ ടീച്ചർ എഴുതുവാണെങ്കിൽ 1/2 ഇൻറ്റു എ പ്ലസ് 1/2 ഇൻറ്റു ബി പ്ലസ് ആംഗിൾ എസ് ആർ ക്യൂ പ്ലസ് ഇനി ഇത് ആഡ് ചെയ്യാൻ പോവുക. അപ്പം 1/2 ഇൻറ്റു ഡി പ്ലസ് 1/2 ഇൻറ്റു സി പ്ലസ് ആംഗിൾ എസ് പി ക്യൂ ഈക്വൽ ടു ഈ 180 പ്ലസ് 180 ആഡ് ചെയ്യാമല്ലോ, പ്ലസ് 180. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ 1/2 ഇൻറ്റു എ, 1/2 ഇൻറ്റു ബി, 1/2 ഇൻറ്റു സി, 1/2 ഇൻറ്റു ഡി ഉണ്ട്. അപ്പോൾ അതിനകത്ത് 1/2 കോമൺ എടുത്തിട്ട് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്നിട്ടിട്ട് പ്ലസ് പിന്നെ ആംഗിൾ എസ് ആർ ക്യൂ പ്ലസ് ആംഗിൾ എസ് പി ക്യൂ ഈക്വൽ ടു 360 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എത്രയാണ്? നമ്മളിവിടെ പറഞ്ഞായിരുന്നു ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 360 ആണ്.
അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 360 പ്ലസ് ആംഗിൾ എസ് ആർ ക്യൂ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് എടുത്ത് എഴുതുവാണ് കേട്ടോ. SRQ പ്ലസ് ആംഗിൾ SPQ ഈസ് ഈക്വൽ ടു 360. ഇപ്പം ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യും 1 2s are 2 1 2s are 2 8 2s are 16 180 വരും. അപ്പോൾ 180 പ്ലസ് ആംഗിൾ SRQ പ്ലസ് ആംഗിൾ SPQ ഈസ് ഈക്വൽ ടു 360. ഇനി ഇത് മാത്രം ഇവിടെ എഴുതിക്കേ. ആംഗിൾ SRQ പ്ലസ് ആംഗിൾ SPQ ഈസ് ഈക്വൽ ടു 360. ഇവിടെ ഈ 180 ഇപ്പുറത്ത് പോയി മൈനസ് ചെയ്യും. -180 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൻ്റെ അർത്ഥം എന്താ? ആംഗിൾ SRQ പ്ലസ് ആംഗിൾ SPQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ SRQയും ആംഗിൾ SPQ എന്താണ്? SRQ എന്ന് പറയുന്നത് ഇത്, SPQ എന്ന് പറഞ്ഞാൽ ഇത്. എന്ന് വെച്ചാൽ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സുകളുടെ അത് തമ്മിൽ ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് 180 ഡിഗ്രി കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഹെൻസ് നമ്മുടെ ഇതിൻ്റെ പേരിനാണ് PQRS ഈസ് എ സൈക്ലിക്. ഹെൻസ് PQRS ഈസ് എന്താണെന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഹെൻസ് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഹിൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഹിൻഡിനകത്ത് ഓരോന്നും എഴുതി അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ 2 ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ എന്താണ്, എന്തെങ്കിലും കാര്യം നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടി വന്നാൽ മെയിനായിട്ടും എന്ത് ശ്രദ്ധിക്കണം? അത് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടുകളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഐസോസ്ലസ് ട്രപ്പീസിയംസ് ആണെങ്കിൽ ഇതായിരിക്കും എന്താണ് സൈക്ലിക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് റിസൾട്ടുകളൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഓപ്പോസിറ്റ് വെർട്ടെക്സുകളുടെ സം 180 ആണോ എന്ന് ചെക്ക് ചെയ്താൽ എന്താണോ എന്ന് പറയാൻ പറ്റും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. In the first picture below, points PQR are marked on the sides BC, CA, AB of triangle ABC. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? പോയിൻറ്റ്സ് PQR, അതായത് Pയും Qയും Rഉം. Pയും QRും മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഒന്ന് ഈ BC എന്ന് പറയുന്ന ലൈനിലാണ് P മാർക്ക് ചെയ്തിരിക്കുന്നത്. AB എന്ന് പറയുന്ന ലൈനിലാണ് R മാർക്ക് ചെയ്തിരിക്കുന്നത്. AC എന്ന് പറയുന്ന ലൈനിലാണ് Q മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ടീച്ചർ ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കംസർക്കിൾസ് ഓഫ് ട്രയാങ്കിൾ AQR ആൻഡ് BRP ആർ ഡ്രോൺ. അതായത് ഈ ARQ ഇതിൻ്റെ സർക്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ സർക്കിൾ. ഇനി ട്രയാങ്കിൾ BRP ഇതിൻ്റെ സർക്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും വരച്ചിട്ടുണ്ട്. ദേ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിൻറ്റ് എസ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണ്, ഇവിടെ 2 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ CPQ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്താണെങ്കിൽ CPQ ഈ ട്രയാങ്കിളിൻ്റെ സർക്കിളാണ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ വലിയ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ CPQ ഓൾസോ പാസസ് ത്രൂ S ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സർക്കിളാണ് ഓഫ് ദ ട്രയാങ്കിൾ CPQ ഓൾസോ പാസസ് ത്രൂ ദ പോയിൻറ്റ് S എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പം S എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഒരു ട്രയാങ്കിൾ അതായത് CPQ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ സർക്കിളാണിത്. അപ്പോൾ ഇത് കടന്നു പോകുന്നത് ഈ എസ്സിൽ കൂടിയാണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കടന്നു പോകുന്ന എസ്സിൽ കൂടിയാണെന്ന് പറയണമെങ്കിൽ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് ഫിഗർ ജോയിൻ PS. അപ്പോൾ PS എന്ന് പറയുന്നത് ഏതാണ്? Pയിൽ നിന്ന് എസ്സിലേക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കും. അടുത്തത് QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ QS ദെൻ RS എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട്.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ സർക്കിളിൻ്റെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു സർക്കിൾ വരുമ്പം ഈ പോയിൻറ്റിൽ കൂടെ പോകുന്നു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്നാന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിച്ച് അത് തമ്മിൽ എന്താ പറയുന്നത്, അതിൻ്റെ സമ്മ് 180 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ കൂടെ ആയിരിക്കും സർക്കിൾ പോകുന്നത്. അപ്പം ഈ എസ് എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ CPQവിൻ്റെ സർക്കിൾ പാസ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ടീച്ചർ ഈ പിക്ചറിൽ നമ്മൾ അതായത് SQ ജോയിൻ ചെയ്തു, SQ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു, PS നമ്മളിങ്ങനെ ജോയിൻ ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇനി അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം. ഇനി ഇവിടുന്ന് ആറിൽ നിന്ന് എസ്സിലേക്ക്, ഇവിടെ എസ് ഉണ്ട് കേട്ടോ, എസ് ഇവിടാണ്, ഇവിടെയുള്ള പോയിൻ്റാണ് എസ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എസ്സിലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ഓരോന്നിനും ഓരോ പേര് കൊടുക്കാം. എന്ന് വെച്ചാൽ ഓരോ ആംഗിൾസിനും ഓരോ പേര് കൊടുക്കാം. ഇപ്പം ആംഗിൾ എക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു, ആംഗിൾ ബിക്ക് വൈ ഡിഗ്രി എന്ന് കൊടുത്തു, ആംഗിൾ സിക്ക് സെഡിന് സെഡ് ഡിഗ്രി എന്നും കൊടുത്തു. അപ്പോൾ ഇനി നോക്കിക്കേ, ഇതിനകത്ത് നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇപ്പം നമുക്ക് ഇവിടെ ലൈൻ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ പി ഇന്ന് എസ്സിലേക്കുണ്ട്, എസ്സിൽ നിന്ന് ക്യൂവിലേക്കുണ്ട്, ആറിൽ നിന്ന് എസ്സിലേക്കുണ്ട്. ഇപ്പം വരുമ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ? ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. ഇപ്പം നമ്മൾ പഠിച്ച ഒരു റൂളുണ്ട്, അതായത് റൂളല്ല, ഒരു പ്രിൻസിപ്പിളുണ്ട്. എന്താണ്? ദ ഔട്ടർ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ളത് അല്ലേ? അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഔട്ടർ ആംഗിളും, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഇതിന് ഇങ്ങനെ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ ഇത് വൈ ആണെങ്കിൽ ഇതതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് വരും. അപ്പോൾ ഇത് വൈ ഡിഗ്രി എന്ന് കിട്ടും ആണല്ലോ. ഇനി ഇത് എക്സ് ഡിഗ്രി അല്ലേ? ഇത് എക്സ് ഡിഗ്രിയാണ്. അപ്പോൾ ഈ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആണ് ഈ വരുന്ന ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ, അതായത് ഇത് എക്സ് ഡിഗ്രിയാണ്, അപ്പോൾ അതിനോട് ഈക്വലായിട്ട് വരുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് എക്സ് ഡിഗ്രിയാണെന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ PSQ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി വരും? y + x ഡിഗ്രി എന്ന് വരും. ഇനി നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. ഇതൊന്ന് കൂട്ടി നോക്കിയാൽ വൈ ഡിഗ്രി എക്സ് ഡിഗ്രി ഇസഡ് ഡിഗ്രി, അതായത് എക്സ് ഡിഗ്രി വൈ ഡിഗ്രി ഇസഡ് ഡിഗ്രി, എക്സും വൈ ഇസഡൂടെ കൂടുമ്പം ഇപ്പം ഈ വലിയ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ, ABC എന്ന് പറയണേ. അപ്പോൾ ഇവിടെ എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ 180 അല്ലേ വരുന്നത്? ആ റിസൾട്ട് തന്നെ ആയിരിക്കുമല്ലേ ഇവിടെ എക്സും വൈയും ഇസഡൂടെ കൂടുമ്പം. അതായത് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി തന്നെ കിട്ടും. ദെയർഫോർ എന്താണ്? ദ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ CPQ ഓൾസോ പാസസ് ത്രൂ എസ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. അങ്ങനെയാണ് നമ്മളിതിനെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് കൺസിഡർ ക്വാഡ്രിലാറ്ററൽ SRAQ എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ A = H ഡിഗ്രി എടുത്താൽ നമുക്ക് അതിനോട് സെയിം ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ A H ഡിഗ്രി എടുത്താൽ ആംഗിൾ QS, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ S ആണ് കേട്ടോ. QS Cയും H ഡിഗ്രി തന്നെ വരും. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഇതില്ലേ ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ ഓഫ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓക്കെ, അത് നമ്മളൊരു ഇതിന് മുമ്പിലത്തെ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഏതോ ഒരു ക്വസ്റ്റിനകത്ത് നമ്മളതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ റീസണായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ അത് അവിടെ എഴുതി. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്ത കൺസിഡർ അടുത്ത ക്വാഡ്രിലാറ്ററൽ ഏതാണ്? ഇപ്പം നമ്മൾ എടുത്തത് SRAQ, അതുപോലെ തന്നെ SRBP എടുക്കാം. SRBP
എസ് ആർ ബി പി എടുത്തു. അതിനകത്ത് ആംഗിൾ ബി ഈസിക്കൽ ടു വൈ ഡിഗ്രി എന്ന് എടുത്താൽ അതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? ആംഗിൾ പി എസ് സി അല്ലേ, അല്ലെങ്കിൽ ആംഗിൾ പി എസ് സി ഈസിക്കൽ ടു വൈ ഡിഗ്രി എന്ന് കിട്ടും. ഇനി അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഈ ഫുൾ ആംഗിൾ, അതായത് ഇപ്പോൾ പി എസ് ക്യൂ എന്ന് പറയുന്ന ഫുൾ ആംഗിൾ എത്ര കിട്ടും? ദെയർഫോർ ആംഗിൾ പി എസ് ക്യൂ ഈസിക്കൽ ടു, പി എസ് ക്യൂ എന്ന് പറയുന്ന ഒരെണ്ണം എച്ച് ഡിഗ്രി ഒരെണ്ണം വൈ ഡിഗ്രി, അപ്പോൾ എച്ച് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി എന്ന് വരും. ഇനി നമുക്ക് വേണ്ടത് ഇത് തമ്മിലുള്ള റിലേഷൻ, അതായത് പി എസ് ക്യൂവും ഈ ആംഗിൾ സിയും തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും എന്നുള്ളതാണ്. അതായത് ആംഗിൾ പി എസ് ക്യൂ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വെർട്ടെക്സ്, അതിൻ്റെ അടുത്ത വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി എസ് ക്യൂ ഈസിക്കൽ ടു അല്ല, പി എസ് ക്യൂ പ്ലസ് പിന്നെ ആംഗിൾ സി ഈസിക്കൽ ടു, പി എസ് ക്യൂ എത്രയാണ്? എച്ച് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇസഡ്. അപ്പോൾ എച്ച് പ്ലസ് വൈ പ്ലസ് ഇസഡ് എത്രയായിരിക്കും വരുന്നത്? എച്ച് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ്, വൈ എന്ന് പറഞ്ഞാൽ അടുത്ത ആംഗിളാണ്, ഇസഡ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളാണ്. അപ്പം ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ ഉള്ള ആംഗിൾ എത്രയായിരിക്കും ഓൾവേസ് വരുന്നത്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അതായത് ആംഗിൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടി? ആംഗിൾ പി എസ് ക്യൂ പ്ലസ് ആംഗിൾ സി ഈസിക്കൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? പി എസ് ക്യൂ സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് കിട്ടും, ആണല്ലോ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് കിട്ടും. അപ്പം പി എസ് ക്യൂ സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? ദ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ്. എസ്സിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് കിട്ടിയത്. അപ്പം അത് എഴുതണം. ഇവിടെ ക്വസ്റ്റിനകത്ത് തന്നെയുണ്ട്, ദ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. ഓക്കെ, അത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി എഴുതി വെച്ചാൽ നമ്മുടെ റിസൾട്ട് ആവും. ഓക്കെ, നമ്മളിത് ചെയ്യാനായിട്ട് നമുക്കിവിടെ തന്നിരുന്ന ഹിൻഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഹിൻഡ് യൂസ് ചെയ്തപ്പോഴാണ്, അത് ജോയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസിന് ഒരെണ്ണത്തിന് എച്ച് ഡിഗ്രി എന്ന് കൊടുത്തപ്പം അടുത്തതിൻ്റെ ഔട്ടർ ആംഗിൾ എച്ച് ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ തന്നെ അടുത്ത ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തു. അതായത് 2 ക്വാഡ്രിലാറ്ററൽസ് ആദ്യം കൺസിഡർ ചെയ്തു. അതിന് എക്സ് എന്നും വൈ എന്നും ഒരു ആംഗിൾ കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ അതിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഈ എസ് എന്ന് പറയണത് എസ്സിലൂടെയാണ് ട്രയാങ്കിൾ പി സി ക്യൂവിൻ്റെ സി പി ക്യൂവിൻ്റെ സർക്കിൾ എസ്സിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എസ്സിലൂടെ പാസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതും കൂടെ ആംഗിൾസ് കൂട്ടിയപ്പം 180 ഡിഗ്രി എന്ന് കിട്ടി. ദെയർഫോർ എന്താണ്? ദ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി നോക്കുക. ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് റഫ് ബുക്കിൽ നിങ്ങൾ ആൻസേഴ്സ് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. പിന്നെ ടീച്ചർ പറയുന്നത് മാത്സ് എപ്പോഴും നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. ഒരിക്കലും വായിച്ച് പഠിച്ച് കാണാപ്പാഠം പഠിച്ച് മാത്സിൻ്റെ എക്സാമിനും അല്ലെങ്കിൽ മാത്സ് ഒന്നും ചെയ്യാനൊന്നും പോയേക്കരുത്. എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. ക്വസ്റ്റ്യൻസ് ഇഷ്ടംപടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതിലൂടെ നിങ്ങൾ ഇതിനകത്ത് നന്നായിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആവും, ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്